കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മിഠായിത്തെരുവിലെ 3 സ്ഥാപനങ്ങളുടെ മേൽക്കൂര നശിച്ചു. മേൽക്കൂരയുടെ ഷീറ്റും ഓടുമെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. മിഠായിത്തെരുവിൽ LIC കോമ്പൗണ്ടിനോട് ചേർന്ന ഭാഗത്ത് മരത്തിന്റെ ശിഖരം പൊട്ടി വീണു. ഒരു 3/4 മണിക്കൂർ മുന്നേ നല്ലൊരു കാറ്റ് ഒരു ചുഴലിമാതിരിയുള്ള നല്ലൊരു കാറ്റടിച്ച ഇതിന്റെ ബിൽഡിങ്ങിന്റെ മേലെയുള്ള ഷീറ്റ് അമ്പലത്തിന്റെ മേലേക്ക് വീണ് നല്ലതായി. ഒരു 1/2 മണിക്കൂർ നല്ല ജോലി. മരങ്ങൾ വന്ന് അവിടെയുള്ള ഉന്തുവണ്ടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. താനം നല്ല ജോലി അടിച്ച് ഒരു 5 സെക്കൻഡ് നല്ല കാറ്റടിച്ച് നല്ല കാറ്റും മഴയും എല്ലാം കൂടി ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം ആയി. ആർക്കും ഭാഗ്യത്തിന് പരിക്കേൽക്കാണ്ട കഴിച്ചില്ലായി. എല്ലാവരും സാധാരണ രീതിയിൽ മഴ ചെയ്താൽ എല്ലാവരും ഇറയിൽ കയറിക്കുന്നതാണ്. ഇന്ന് ആരും ഇല്ല. അതിനെക്കൊണ്ട് അമ്പലത്തിന്റെ ഓടൊക്കെ പൊട്ടിപ്പോയില്ല. ആരും ഇല്ലാത്തതിനെ കൊണ്ട് ഭാഗ്യത്തിന് കഴിച്ചില്ലായി. ആർക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല. അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റടിച്ചു. 10:05, 10:06 ടൈമിൽ 2 സെക്കൻഡാണ് അടിപൊളി കാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാറ്റടിച്ച്. അടിച്ചിൽ മേലുള്ള പുര പോയി. പിന്നെ അതുകൂടാണ്ട് ആൻഡക്സിൻ്റെ മേലുള്ള ഷീറ്റ് അങ്ങോട്ടേക്ക് തന്നെ വീണ്. പിന്നെ മരം LICൻ്റെ ബാക്കിലുള്ള അതേമാതിരി ഇനിയും സേഫ്റ്റി പറയാണ്. ആംബുലൻസ് വിളിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എത്തി. ഫയർ വിളിച്ചിട്ട് ഇപ്പോഴാണ് എത്തി. ഫയർ വിളിച്ചിട്ട് ഈ ടൈം വിളിച്ചിട്ട് പറഞ്ഞ വെള്ളിമാട് കുന്നെന്നാണ് പറഞ്ഞത്. എപ്പോഴും ആവശ്യമുള്ള സംഗതിയാണ് ഫയറൊക്കെ. ഫയർ ലേറ്റായിട്ടാണ് എത്തിയത്. എന്തായാലും ഇനി ഇതും കൂടി മുറിക്കാനുള്ള ചാനലുകാരെല്ലാവരും കൂടിയിട്ട് ഇതും കൂടി ബൈറ്റ് കൊടുത്തിട്ട് ഇതും കൂടി മുറിക്കാനുള്ള മുറിക്കണം. അതെന്തായാലും നിർബന്ധം. ഇതിങ്ങനത്തെ ഒരു കാറ്റടിച്ചാൽ ഇനിയും പോകണം. അതേമാതിരി ഹെഡ് പോസ്റ്റിൻ്റെ അവിടെയും മരമുണ്ട്. ആ മരം എപ്പോഴാണ് വീഴാന്നൊന്നും പറയാൻ പറ്റില്ല. എൻട്രൻസിൽ തന്നെ അല്ല ആർക്കും പറ്റില്ല. മാനാഞ്ചിറ കോംട്രസ്റ്റ് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണു. നിർത്തിയിട്ട ഓട്ടോയും 2 ബൈക്കുകളും ഉള്ളിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്.